നോക്ക് നിങ്ങൾ, നമ്മൾ പറയുന്നത് അടിസ്ഥാനപരമായ വിഷയങ്ങളല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ല എന്നവർ വാദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാരിഥീങ്ങളായ മശായിഖന്മാർ പറയുന്ന വാക്കുകളെ പുച്ഛിച്ച് പരിഹസിച്ച് തള്ളുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ടെന്ന് വാദിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഇട്ട് കേൾപ്പിച്ചതാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ നമ്മൾ റസൂലിനെ കാണുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിന്റെ കോലത്തിൽ പിശാച് വരുമെന്ന് രേഖപ്പെടുത്തുകയാണ്. ഔലിയാക്കന്മാർക്കെതിരെ രംഗത്ത് വരികയാണ്. അടിസ്ഥാനപരമായ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനാണ് മറുപടി പറയേണ്ടത്. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലെന്ന് മാത്രമല്ല, ഞങ്ങളെ മശായിഖന്മാരെ സംബന്ധിച്ച് തീരുമാനമെടുത്തു നിങ്ങളെന്ന് പറഞ്ഞിട്ട് കാലമെത്രയായി കൂട്ടരെ. ഇതുപോലെ അടിസ്ഥാനപരമായി അഹ്ലുസുന്നയുടെ വിശ്വാസത്തെയോ കർമ്മത്തെയോ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ഞങ്ങൾക്കെതിരെ രേഖാപരമായി ഉന്നയിക്കാൻ ഇന്നുവരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതൊന്നും കഴിഞ്ഞിട്ടില്ല, ഒന്നും പറയാനില്ല എന്ന് ഉറപ്പായപ്പോ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും തറ പരിപാടിയല്ലേ, ഒളിഞ്ഞു നിന്ന് ക്യാമറയിൽ പിടിച്ച് ആ കിട്ടിയ ഫോട്ടോവും കിട്ടാത്ത ഫോട്ടോവും ഒക്കെ ജോയിന്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നിർമ്മിച്ചുണ്ടാക്കി ഏറ്റവും നിരീശ്വരവാദികളെക്കാൾ അതപ്പതിച്ച സ്വഭാവം. ഇവിടെ വഹാബികളുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട്, നിരീശ്വരവാദികളുണ്ട്. അവരൊക്കെയും ഒരുപക്ഷെ എതിർക്കലുണ്ട്. അത് ആദർശപരമായിട്ടാവും. നിങ്ങൾ നോക്ക്, നമ്മളിപ്പോ നമ്മളൊരു ഫാമിലി ആയിട്ട് പോവാണ്, അല്ലെങ്കിൽ നമ്മുടെ മശായിഖന്മാർ ആ പോകുന്ന സമയത്ത് ഒളിഞ്ഞിരുന്ന് ക്യാമറയിൽ പകർത്തി അത് പിന്നെയും എഡിറ്റ് ചെയ്ത് ജുബ്ബ ഇട്ടത് ഫാൻറ്റാക്കി, ഫാൻറ്റ് ഇട്ടത് പിന്നെയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച്, അതുപോലെ തന്നെ സ്ത്രീകളുടെ ഫോട്ടോ മുഴുവനും പ്രചരിപ്പിച്ച്, അതിലേറെ വേദന ചെറിയ മക്കൾ 5, 6, 8 വയസ്സ് പ്രായമുള്ള മക്കൾ അവരുടെ ഫോട്ടോ എടുത്ത് പച്ചയായ തോന്നിവാസം എഴുതുകയും പറയുകയും വെക്കുകയും ചെയ്യുന്ന നിങ്ങൾ എന്താ പെങ്ങളെ അവസ്ഥ? നിങ്ങളെന്നൊന്ന് ചിന്തിച്ചു നോക്കി. അടിസ്ഥാനപരമായി എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പറയാനുണ്ടോ? ഒരു ചുക്കും പറയാനില്ലാതെ ഇതുമായി നിങ്ങൾ നടക്കല്ലേ? ഞങ്ങളൊക്കെ ആ പണിക്കൊന്ന് ഇറങ്ങി അങ്ങനെ ഉണ്ടാവും. നിങ്ങളെ നേതാക്കന്മാർ അങ്ങാടിയിൽ പോകണം, സൂക്കിൽ പോകുന്നതും ഒരു സാധനം വാങ്ങാൻ പോകുന്നതും അല്ലെ നിങ്ങളെ വീടിന്റെ ഉള്ളിൽ നിൽക്കുന്നതും ഇതൊക്കെ ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് വിടാനങ്ങ് ഓരോരുത്തർ തീരുമാനിച്ചാൽ എന്താകും അവസ്ഥ? നിങ്ങൾക്ക് നീച്ചെടുക്കാൻ പറ്റുമവിടെ. പക്ഷെ ഞങ്ങളായ സ്കൂളിൽ പഠിച്ചിട്ടില്ല. നിങ്ങളെപ്പോലെ ഈ ദുനിയാവിൽ, അള്ളാന്റെ ദുനിയാവിൽ അതപ്പതിച്ച വേറൊരു ടീമുണ്ടാവില്ല. ചെറിയ മക്കളെ അടക്കം ക്രൂശിക്കുന്ന ഏറ്റവും ഒരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത ഗുണ്ടായിസത്തിന്റെ ആളുകൾ, അതാ ഞാൻ പറഞ്ഞത് ഗ്രാൻഡ് ഗുണ്ടായിസത്തിന്റെ ആളുകൾ. എവിടുക്കാ നിങ്ങളെ പോക്ക്? നമ്മൾ പറയുന്നത് അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യ്. അതല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം.